കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 30 നമ്മൾ ശ്ലോകം 8 ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെന്താണ്, ദേവതമാരെ പൂജിക്കാം, അത് കഴിഞ്ഞ് ബ്രഹ്മജ്ഞാനികളെയും വേണ്ട പോലെ നമ്മൾ പൂജിക്കാം, എല്ലാം നമ്മുടെ സ്വത്തുകൾ എന്താണ് നമ്മളിലുള്ള ദ്രവ്യങ്ങളൊക്കെ നൽകി ബ്രഹ്മജ്ഞാനികളെ നമുക്ക് പിന്നെ പൂജിക്കാം. ഇതൊക്കെയാണ് ആപത്തുകൾ ഒഴിവാക്കി കിട്ടാൻ ഇത്രയും മാർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അത് പറഞ്ഞാൽ നിർത്തിയത്, ഇനിയും പറയുന്നുണ്ട് കേട്ടോ. തന്നെ എന്താ അറിയോ. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. വിധിരേഷ അല്ലേ, അതെ, വിധിരേഷ ഹരിഷ്ടഘ്നോ മംഗളായനമുത്തമം ദേവദ്വിജഗവാം പൂജാ ഭൂതേഷു പരമോ ഭവ. അതായത് ഇതൊക്കെ ചെയ്യലാണ് മംഗളം വരാൻ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയണം ഭഗവാൻ കേട്ടോ. ഏഷഹ വിധി, അതായത് ഇങ്ങനെ വിധിപൂർവം നമ്മൾ പറഞ്ഞ പോലെയൊക്കെ അരിഷ്ടഘ്നഃ സകല പിന്നെ ആപത്തുകളെയും ഇല്ലാതാക്കി തീർക്കുന്ന ഉത്തമം മംഗളായനം, മംഗളത്തെ ഉണ്ടാക്കുന്നതും ആപത്തുകളെ ഇല്ലാക്കുന്നതുമായിട്ടുള്ള അതിന് ചെയ്യാനുള്ള അതിനുള്ള ഏക മാർഗം ദേവദ്വിജഗവാം പൂജ, ദേവന്മാരെ, ബ്രഹ്മജ്ഞാനികളെ, പശുക്കളെ ഇവരെ പൂജിക്കലും ഭൂതേഷു ഇവരെ ആരാധിക്കുന്നവർക്ക് പരമഹ ഭവ, അതായത് ദേവലോകത്തിൽ ഉത്തമമായ പദവിക്ക് കാരണം എന്നുവെച്ചാൽ അത്രേ അർത്ഥമുള്ളൂ ഇതിന്. എന്താ അറിയോ, ഇനിയിപ്പോൾ നമുക്ക് മംഗളമായിട്ട് ഇനി മംഗളം വരണമെങ്കിൽ നമുക്ക് ഇവരെ പൂജിക്കുക മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. കാരണം ഇനി അത്ര സമയമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഭഗവാനെ അറിയാം. അപ്പോൾ നമുക്ക് ഈ പരലോകത്തിലത്തെ ഈ ഗതി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ചെയ്യാവുന്നത് എന്താണ്, ദേവന്മാരെയും ബ്രഹ്മജ്ഞാനികളെയും പൂജിക്കുക, പശുക്കളെയും ഒക്കെ പൂജിക്കുക, അതായത് ഭൂതങ്ങളെ, സർവ്വഭൂതങ്ങളെയും പൂജിക്കുക എന്ന് തന്നെ പറയാം. അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന്. വിധിരേഷ ഹ്യരിഷ്ടഘ്നോ മംഗളായനമുത്തമം ദേവദ്വിജഗവാം പൂജാ ഭൂതേഷു പരമോ ഭവഃ. ആപത്ത് കാലത്ത് അല്ലാതെ നമുക്ക് ഒന്നും തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാനാവില്ലല്ലോ അല്ലേ. നോക്കട്ടെ കേട്ടോ. അതെ, അതന്നെയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. 10 ഇതി സർവേ സമാകർണ്യ യദുവൃദ്ധ മധുദ്വിഷ തഥേതി നൗഭിരുത്തീര്യ പ്രഭാസം പ്രയയൂരഥൈഃ. 10 സർവേ യദുവൃദ്ധ, യാദവൃദ്ധന്മാർ എല്ലാവരും ഇതി ഇപ്രകാരം ഭഗവാന്റെ മധുദ്വിഷ, ശ്രീകൃഷ്ണൻ്റെ അതായത് മധുരിപു അല്ലേ, സമാകർത്തിയ വാക്ക് കേട്ട് യഥാ ഇതി ശരി അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നൗഭി പിന്നെ എന്താണ് ഉത്തീര്യ, നൗഭി ഉത്തീര്യ, അതായത് ഇങ്ങനെ ചെറിയ തോണികളിൽ കയറിയിട്ട് രഥൈഹി രഥങ്ങളിൽ കയറി പ്രഭാസം യയു പ്രഭാസ തീർത്ഥത്തിലേക്ക് ചെന്നു. അപ്പോൾ ഇത് കേട്ടിട്ടുള്ള യാദവന്മാരെല്ലാം അപ്രകാരം തന്നെ എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ ആവാം എന്ന് സമ്മതിച്ച് തോണികൾ ഉപയോഗിച്ച്, കാരണം അയലൻ്റാണ്, എങ്ങോട്ട് പോകണമെങ്കിലും തോണി വേണം, തോണി ഉപയോഗിച്ച് സമുദ്രം കടന്ന് പിന്നെ തേരിൽ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി. സ്ത്രീകളെയും കുട്ടികളൊക്കെ മറ്റെങ്ങോട്ട് കൊണ്ടുപോയിട്ടോ, ശംഖോദ്ധാരം എന്നുള്ള സ്ഥലത്തൊക്കെ. എന്നിട്ട് ഭഗവാന്റെ അല്ലെങ്കിൽ യാദവന്മാർക്ക് അവിടുന്ന് പോവാൻ ആരോഗ്യമുള്ളവരെല്ലാവരും തോണിയിൽ കയറി കരയിലെത്തി രഥത്തിൽ കയറി പ്രഭാസ തീർത്ഥത്തിലേക്ക് ഭഗവാൻ പറഞ്ഞ പോലെ എത്തിച്ചേർന്നു. ഇതി സർവേ സമാകർണ്യ യദുവൃദ്ധ മധുദ്വിഷ. ഇവിടെ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ, യദുവൃദ്ധൻ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായം, ബുദ്ധിയും കുറച്ചൊരു അഡൾട്ട്സിന് അർത്ഥമുള്ളൂ കേട്ടോ. തഥേധി നൗഭിരുത്തീര്യ പ്രഭാസം പ്രയയൂരഥൈഃ. വളരെ വൃദ്ധന്മാർ കൂടെ പോയിട്ടില്ല. തസ്മിൻ ഭഗവതാദിഷ്ടം യദുദേവേന യാദവാ ചക്രു പരമയാ ഭക്ത്യ സർവശ്രേയോപബൃംഹിതം. 11 തസ്മിൻ ആ സ്ഥലത്ത്, അതായത് പ്രഭാസത്തിൽ യാദവന്മാർ ഭഗവാ യദുദേവേന ശ്രീകൃഷ്ണ ഭഗവാനാൽ ആദിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ, ഉപദേശിക്കപ്പെട്ട ധർമ്മത്തിനെ പരമയാ ഭക്ത്യ അവർ അവിടെ ചെന്നിട്ട് ഭഗവാൻ പറഞ്ഞ പോലെ ഭാഗവത ധർമ്മങ്ങളൊക്കെ വളരെ ഭക്തിയോടെ സർവശ്രേയോപബൃംഹിതം എല്ലാറ്റിനെയും ഉണ്ടാക്കുന്ന, അതായത്
എല്ലാ ശ്രേയസ്സും നൽകുന്ന ഭാഗവത ധർമ്മങ്ങളോട് കൂടിയതായി തന്നെ ചക്രു. അങ്ങനെ തന്നെ അവരവിടെ കുറച്ച് ദിവസം ഇരുന്നു. അതായത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവർ ചെയ്തു എല്ലാം അവിടെ പ്രഭാസത്തിൽ ചെന്നിട്ടേ. അതായത് ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്നാൽ അതുപോലെ തന്നെ എല്ലാ ഒരു പുണ്യകർമ്മങ്ങളും ഭാഗവതധർമ്മങ്ങളും ഒക്കെ എല്ലാം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അവരെല്ലാം ചെയ്തു. ഭഗവാൻ പറഞ്ഞതൊക്കെ ചെയ്തു. തസ്മിൻ പറഞ്ഞുല്ലോ, പിന്നെ എന്താണ്, പിന്നെ ദേവതമാരെ പൂജിക്കണം, അഭിഷേകം കൊണ്ടൊക്കെ ബ്രഹ്മജ്ഞാനികളെ പൂജിക്കണം, അവർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുല്ലോ. എന്നിട്ട് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കണം, അതൊക്കെ ചെയ്തു. തസ്മിൻ ഭഗവതാദിഷ്ടം യദുദേവേന യാദവാ ചക്രു ചെയ്തു എന്ന്. പരമയാ ഭക്തിയ സർവശ്രേയോപബൃംഹിതം, സർവശ്രേയസ്സിനും കാരണമായിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു. ഇനി 12 തതസ്തസ്മിൻ മഹാപാനം പപുർമൈരേയകം മധുഃ ദിഷ്ടവിഭ്രംശിതധിയോ യദ്രവ്യൈർഭ്രശ്യതേ മതിഹി. അതാണ് ഈ വിധി തടുക്കാൻ പറ്റില്ല എന്ന് പറയണത്. നോക്കൂ, നമുക്ക് കാണാം ഇതിൽ 11 എന്താ അറിയോ, തസ്മിൻ അല്ല 12 എന്താ അറിയോ, തഥാ അപ്പോൾ. ഇതൊക്കെ അവർ പറഞ്ഞത് വരെ കുറേ നേരം എല്ലാം ഭഗവാൻ പറഞ്ഞ പോലെ ചെയ്തു. തഥാ ആ സ്ഥലത്ത് ദിഷ്ടാവിഭ്രംശിതധിയ, ദൈവം തന്നെ തോന്നിപ്പിച്ച വിപരീത ബുദ്ധിയോടുകൂടിയവരായി. അപ്പം പലരും ഈശ്വരൻ തന്നെ തോന്നിച്ച, ഭഗവാന്റെ സങ്കല്പമാണല്ലോ, ഈശ്വരൻ തന്നെ തോന്നിച്ച വിപരീത ബുദ്ധിയോട് കൂടിയവരായിട്ട് പല യാദവന്മാരും യത് ദ്രവൈ, ഏതിൻ്റെ രസത്താൽ മതിഹി ഭൃശ്യതേ, ബുദ്ധി നശിക്കുമോ, ഏത് ഡ്രിങ്ക് കുടിച്ചാലാണ്, ഏത് ദ്രാവകം ദ്രാവകം എന്ന് പറഞ്ഞപ്പോൾ ഡ്രിങ്ക്, നമുക്ക് ദ്രാവകം എന്നൊന്നും പറയാറില്ലല്ലോ നമ്മളെ, ഏത് ഡ്രിങ്ക് കുടിച്ചാലാണ് നമുക്ക് വിവേകം നഷ്ടപ്പെടുക, ആ മധുരമായ മൗരേയകം എന്ന മഹാപാനം, മദ്യം ഏത് കുടിച്ചാലാണ് നമ്മുടെ വിവേകം നഷ്ടപ്പെടുക, ആ ഡ്രിങ്ക് എന്ന് പറയുന്ന മദ്യം, മധുരം ഏറിയ മദ്യം, മഹാപാനം, മതമുണ്ടാക്കുന്ന ആ പാനത്തെ, ഡ്രിങ്കിനെ പപു പാനം ചെയ്തു. അതാണ് നശിക്കാറായി, എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അതുകൊണ്ട് ഭഗവാൻ അവരെ മദ്യസേവയ്ക്ക് പ്രേരിതരായി. അവരൊക്കെ മദ്യസേവയ്ക്ക് പ്രേരിതരായി, മദ്യം കുടിച്ച് മത്തന്മാരായി. അതാണ് പറഞ്ഞത്. തതസ്തസ്മിൻ മഹാപാനം, കണ്ടോ ബുദ്ധി നശിക്കുന്ന ആ പാനം, ഡ്രിങ്ക്, പപുർ മൈരേയകം മധു, മധുരമുള്ള ആ മൈരേയക പിന്നെ പാനീയം എന്നാണല്ലോ പറയുക അല്ലേ, പാനീയം. ദിഷ്ടവിഭ്രംശിതധിയോ, ഏത് പാനീയം കുടിച്ചാലാണ് ബുദ്ധിഭ്രമം വരിക, ആ പാനീയം. യദ്രവ്യൈർഭ്രശ്യതേ മതി, അത് കുടിച്ചിട്ട് മത്തന്മാരായി. ആ മദ്യപാനം ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെയുള്ള വളരെ മധുരമുള്ള ഒരു പാനീയം കുടിച്ചു. ആ പാനീയം കുടിച്ചാൽ ബുദ്ധിഭ്രമം വരും, അല്ലെങ്കിൽ വിവേകം നഷ്ടപ്പെടും. അങ്ങനത്തെ ആ പാനീയം കുടിച്ചു. മഹാപാനാഭിമത്താനാം വീരാണാം തൃപ്തചേതസാം കൃഷ്ണമായ വിമൂഢാനാം സംഘർഷസ്സു മഹാനഭൂത്. കഷ്ടം, അവരൊക്കെ ഭഗവാന്റെ മായയാൽ മോഹിതരായി, മായയ്ക്ക് അടിമപ്പെട്ടു ഇവരൊക്കെ. വീരാണാം, വളരെ വീരന്മാരും അല്ലേ, കൃഷ്ണൻ്റെ മക്കളും ഒക്കെയാണതേ. വീരാണാം, അതായത് 16,008 പത്നിമാരിലെ ഓരോരുത്തരിലും 10 മക്കളുണ്ട്. അപ്പം ഈ യാദവന്മാരൊക്കെ ഭഗവാന്റെ വംശം എന്ന് പറഞ്ഞാൽ പോരാ, അവർ തന്നെയാണ്. എന്തിനു പറയണു, പ്രദ്യുമ്നനും അനിരുദ്ധനടക്കം. കൃഷ്ണമായ വിമൂഢാനാം, ഈ വീരന്മാരൊക്കെ കൃഷ്ണൻ്റെ മായയാൽ മോഹിതരായിട്ട്, മഹാപാനാഭിമത്താനാം, ഈ പാനീയം, ബുദ്ധിഭ്രമം വരുത്തുന്ന ഈ പാനീയം കുടിച്ച് മതം പിടിച്ചവരും, തൃപ്തചേതസാം, അതിനാൽ വളരെ ഗർവിഷ്ഠന്മാരായി തീർന്നവരും, സുമഹാൻ, വളരെ വലിയ സംഘർഷ അഭൂ, തമ്മിൽ ഭയങ്കര ദേഷ്യായി. അങ്ങനെയാവൂല വിവേകം നഷ്ടപ്പെട്ടാൽ. അവർ മദ്യപാനം ചെയ്തിട്ട് അവർ വിവേകം നഷ്ടപ്പെട്ട് ശരിക്കും മത്തന്മാരായിട്ടും അഹങ്കാരികളായിട്ടും ഭഗവാന്റെ മായയാൽ
പൂർണ്ണമായും മോഹിതരായിട്ട് പരസ്പരം കലഹിക്കാൻ തുടങ്ങി. മഹാപാനാഭിമത്താൻ സംഘർഷം ഉണ്ടായിന്ന്. സംഘർഷിച്ച എന്താ? കലഹം ഉണ്ടായി, വിവേകം നഷ്ടപ്പെട്ടു. മഹാപാനാഭിമത്താനാം വീരാണാം തൃപ്തചേതസാം കൃഷ്ണമായ വിമൂഢാനാം സംഘർഷസ്സു മഹാനഭൂത്. അതാണ് നമ്മളെ സ്വബുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു പാനീയമാണ്. അത് കുടിച്ചാൽ പ്രത്യേകിച്ചും അളവിൽ കുറച്ചല്ല, അധികം കുറച്ച് കുടിച്ചാൽ ഉത്സാഹമൊക്കെ ആയിരിക്കും. കുറച്ചും കൂടിയും കുടിച്ചാൽ താൻ ആരാണെന്നും താൻ എവിടെയാണെന്നും താനാണ് എന്താണ് ചെയ്യുന്നതെന്നുള്ള എല്ലാ ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ തമ്മിൽ തല്ലൊക്കെ ചെയ്യാമല്ലോ. അതാണ് ഉണ്ടായത്. ഭഗവാന്റെ ഇഷ്ടമാണ്, പക്ഷെ അത് ഭഗവാന്റെ സങ്കല്പം കൊണ്ട് തന്നെ വന്നതാണ്. യുധുക്രോധ സംരബ്ധ. എങ്ങനെയെങ്കിലും ഇത്രയും ആൾക്കാരെ മരിക്കണ്ടേ, യുദ്ധമൊന്നും അല്ലാതെ. അപ്പോൾ ഇതേ വഴിയുള്ളൂ, അവർ തമ്മിൽ തല്ല അല്ലേ? അങ്ങനെ പറയൂലോ നമ്മൾ. ഒരു കുലം നശിക്കാറായാൽ അല്ലെങ്കിൽ ഒരു ജനത നശിക്കാറായാൽ കുറേ ആൾക്കാരെ തമ്മിൽ തല്ലി നശിക്കത്തേ. നമ്മളിത് ഇപ്പോഴത്തെ ലോകത്തിൽ നല്ലോണം കാണണ്ടല്ലോ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര ആൾ മരിച്ചു അല്ലേ? സെക്കൻഡ് വേൾഡ് വാറിൽ എത്ര ആൾ മരിച്ചു? ഇപ്പോഴും എത്ര ആൾക്കാർ തമ്മിൽ തല്ലി മാത്രം മരിക്കണു. അത്ഭുതമാവില്ലേ നമുക്ക്? അതൊക്കെ ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് ശരിക്കും. ഇപ്പോൾ ഇസ്രയേലും ഹമാസും ഒക്കെ ഞാനത് എപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം എല്ലാ കാലത്തും നല്ലൊരു ശതമാനം ആൾക്കാരെ നശിപ്പിക്കണത് അവർ തമ്മിൽ തല്ലിയിട്ട്, അതും ഭഗവാന്റെ സങ്കല്പമാവും. യുധുക്രോധ സംരബ്ധ വേലയോ മാതമായി വേലായാ മാതതായിന ധനുർഭിരസിഭിർ ഭല്ലൈർ ഗദാഭിസ്തോമരഷ്ടിഭി. അപ്പോൾ 14 എന്താ? ക്രോധ സംരബ്ധ, ക്രോധം കൊണ്ട് തിളയ്ക്കുന്നവരെ, കോപം കൊണ്ട് തിളച്ച് ഇരിക്കുന്നവരെ. ആതതായിനഹ, കയ്യിൽ ആയുധം ധരിച്ചവരായിട്ട് അവർ ധനുഭി വില്ലുകളാലും അസിഭി വാളുകളാലും ഭല്ലൈഹി ബാണങ്ങളാലും ഗദാഭി ഗദകളാലും തോമരഷ്ടിഭിഹി ഇരുമ്പൊലയ്ക്ക കൊണ്ടും വലിയ വാളുകൾ കൊണ്ടും വേലായാം സമുദ്രക്കരയിൽ യുദ്ധം ചെയ്തു. കഷ്ടം. ഭഗവാന്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമായിട്ടുള്ളവർ തന്നെ സകല ആയുധങ്ങളും കയ്യിൽ കിട്ടാവുന്ന ആയുധങ്ങൾ മുഴുവൻ കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ആയുധധാരികളായിട്ട് സമുദ്രക്കരയിൽ ആ സരസ്വതി നദിയുടെ തീരത്തുള്ള പ്രഭാസ തീർത്ഥത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് വില്ലും വാളും ഗദയും എന്തൊക്കെ ആയുധങ്ങൾ അവർക്ക് കിട്ടാം അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചുകൊണ്ടിരുന്നു. യുധുക്രോധ സംരബ്ധ വേലായാം ആതതായിന. ആതതായിനന്മാരെ പറഞ്ഞാൽ കൊല്ലാനായിട്ട് ആയുധം ധരിച്ചു വരുന്നവരാണ്. വില്ല് അസിഭിർ വാള് ഭല്ലൈർ ബാണങ്ങൾ ഗദാഭിസ്തോമരഷ്ടിഭി തോമരങ്ങളും ഹൃഷ്ടി മുതലായിട്ടുള്ള, അതായത് ഇരുമ്പോലയ്ക്ക അങ്ങനത്തെയൊക്കെ പല വലിയ വലിയ വാള ഒക്കെ എടുത്തിട്ട് പരസ്പരം കുത്തി യുദ്ധം ചെയ്തു. ഇനി 15 പതത്പതാകൈരഥകുഞ്ചരാദിഭി ഖരോഷ്ടഗോഭിർമഹിഷൈർനരൈരഭി മിഥസമേത്യാശ്വതരൈഃ സുദുർമദാ ന്യഹൻ ശരൈർദദ്ഭിരിവ ദ്വിപാവനേ. 15 സുദുർമദാഹ, വളരെ മത്ത് പിടിച്ചവരായ പതത്പതാകൈഹി കൊടിമരങ്ങൾ വീണ കുഞ്ചരാദിഭി രഥമാന കുതിര ഇവകളോട് കൂടിയവയും, അതായത് രഥങ്ങൾ വലിക്കാനും ചിലത് ആന ചിലത് രഥമൊക്കെ ആവും. എല്ലാ കൊടിമരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് കൊടിയൊക്കെ വീണു. ഖരോഷ്ടഗോഭി കഴുത ഒട്ടകം കാള ഇവകളോടും മഹിഷൈ എരുമകളോടും തരൈഹി മനുഷ്യന്മാരോടും അശ്വേതരൈഹി കഴുതകളോടും അശ്വങ്ങളെ ഇതരൈ പറഞ്ഞ കോവർ കഴുതകൾ അങ്ങനെയുള്ളതാണ്. കുതിരകളല്ലാത്ത കുതിരകളെ പോലെയുള്ള ജന്തുക്കളും സമേത്യ തമ്മിൽ ചേർന്ന് വനേ കാട്ടിൽ ദ്വിപാഹ ആനകൾ മദ്ഭി ഇവ കൊമ്പുകളാൽ തല്ലുന്നത് പോലെ മിഥ തമ്മിൽ ശരൈഹി നെഹാൻ ബാണങ്ങൾ തല്ലിക്കൊണ്ടിരുന്നു. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, ഇവരും
കള്ള് കുടിച്ച്, അതായത് ഈ മദ്യം കുടിച്ച് എന്താണ് മതിച്ചവരായിട്ട് ഈ പതാകകൾ പറക്കുന്ന തേര്, ആന, കുതിര, ഇതോടുകൂടി കഴുത, ഒട്ടകം, പശുക്കൾ, പോത്ത്, മനുഷ്യർ, പിന്നെ കോവർ കഴുതകൾ, ഇതൊക്കെ ആയിട്ടുള്ള വാഹനങ്ങളോടും കൂടി പരസ്പരം യുദ്ധം ചെയ്ത് എങ്ങനെയാണ് കാട്ടിൽ രണ്ട് കൊമ്പന്മാർ കൊമ്പ് കോർത്ത് യുദ്ധം ചെയ്യുക, അതുപോലെ ശരിക്കും മൃഗങ്ങളെപ്പോലെ കാട്ടിൽ ഇങ്ങനെ ഞാനാണ് കാടിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ അധിപൻ, ഞാനാണ് ഈ കാടിൻ്റെ അധിപൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൊമ്പനാനകൾ തമ്മിൽ പിന്നെ കൊമ്പ് കോർക്കുംത്രേ, യുദ്ധം ചെയ്യത്രേ, ഇങ്ങനെ കൊമ്പോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ മൃഗങ്ങളെപ്പോലെ പരസ്പരം യുദ്ധം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു. ആര്? ഈ ഭഗവാന്റെ വംശത്തിലുള്ള യാദവന്മാർ. ഭഗവാന്റെ ഒരു സങ്കല്പം നോക്കൂ. ഭഗവാനാണ് അവർക്ക് മതം അല്ല, ഈ മദ്യം കുടിക്കാനും മത്തന്മാരാക്കാനും ഒക്കെ ഭഗവാന്റെ സങ്കല്പം തന്നെയാണ്. അവരെന്നിട്ട് വെറും മൃഗങ്ങളെപ്പോലെ തമ്മിൽ മരിച്ചു വീണു. പതത്പതാകൈരഥ കുഞ്ചരാദിഭി ഖരോഷ്ടഗോഭിർമഹിഷൈർനരൈരഭി മിഥസമേത്യാശ്വതരൈ സുദുർമദാഹ ന്യഹൻ ശരൈർദ്ഭിരിവദ്വിപാവനെ. ദ്വിപം ആന, വനത്തിലെ ആനകളെ കൊമ്പ് കോർക്കുന്ന പോലെ ഈ മനുഷ്യന്മാർ തമ്മിൽ രഥവും ആനയും കുതിരയായിട്ട് തമ്മിൽ വീണ് മരിക്കുക. ഇനി ഇതന്നെയാണ് അടുത്ത 2-3 ശ്ലോകങ്ങളിൽ കേട്ടോ. പ്രദ്യുമ്ന സാംബൗ യുധി രൂഢ മത്സരാവക്രൂരഭോജാവനിരുദ്ധ സാത്യകി സുഭദ്ര സംഗ്രാമജിതൗ സുദാരുണൗ ഗതൗ സുമിത്രാസുരഥൗ സമീയതുഹു. അത്ഭുത വിളി നമുക്കത് കേട്ടാൽ അല്ലേ. പ്രദ്യുമ്ന സാംബൗ, പ്രദ്യുമ്നും സാമ്പനും, അക്രൂര രഭാജൗ, അക്രൂരനും ഭോജനും, അക്രൂര ഭോജനും ഭോജരാജാവേ, അനിരുദ്ധ സാത്യകി, അനിരുദ്ധനും സാത്യകിയും, സുഭദ്ര സംഗ്രാമജിതൗ, സുഭദ്രനും സംഗ്രാമജിത്തും, സുമിത്ര സുരഥൗ, സുമിത്രനും സുരഥനും, രൂഢമത്സരവും, അങ്ങേയറ്റം ദേഷ്യം വർദ്ധിച്ചിട്ടേ മാത്സര്യബുദ്ധിയോടുകൂടി ഇവരൊക്കെ പ്രദ്യുമ്നും സാമ്പനും അനിരുദ്ധനും ഒക്കെ ഭഗവാന്റെ സ്വന്തം മകനല്ലേ പ്രദ്യുമ്നൻ. സുദാരുണവും, വളരെ ഭയങ്കരമായി, സമീയതും, പരസ്പരം യുദ്ധം ചെയ്തു. കഷ്ടം. നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന പ്രദ്യുമ്നും അനിരുദ്ധനും സാമ്പനും അല്ലേ എന്ന് വേണ്ട, അക്രൂരനും സാത്യകിയും എല്ലാവരും എല്ലാം മറന്ന് മദ്യം കുടിച്ച് മത്തന്മാരായിട്ട് അവനവനെയും മറന്ന് സ്ഥലവും മറന്ന് എല്ലാവരും യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞത്. അവർ തമ്മിൽ എല്ലാം ഭയങ്കര യുദ്ധം, എല്ലാവരും തമ്മിലും അങ്ങനെ യുദ്ധം ചെയ്തു. ഇനി നമുക്ക് അത് വായിച്ച അടുത്തേക്ക് പോവാം. പ്രദ്യുമ്ന സാംബൗ യുധി രൂഢമത്സരാവക്രൂരഭോജാവനിരുദ്ധ സാത്യകി സുഭദ്ര സംഗ്രാമജിതൗ സുദാരുണൗ ഗതൗ സുമിത്രാസുരഥൗ സമീയതു. 17. അന്യേ ചയേ വൈ നിഷഠോൽമുഖാദയ സഹസ്രജിച്ഛതജിത് ഭാനുമുഖ്യാഃ അന്യോന്യമാസാദ്യ മദാന്ധകാരിത ജഘ്നുർമുകുന്ദേന വിമോഹിതാഭൃശം. പിന്നെയും അതിനെപ്പറ്റി തന്നെയാണ് അവരൊക്കെ തമ്മിൽ യുദ്ധം ചെയ്തു. നിഷഠോന്മുഖാദയ, നിഷഠൻ, ഉന്മുഖൻ മുതലായവരും, നമുക്ക് പരിചയമില്ലാത്ത പേരാണ് യാദവന്മാർ. സഹസ്രജിത്ത്, ശത്രജിത്, ഭാനുമുഖ്യ, സഹസ്രജിത്ത്, ഭാനുജിത്ത്, ശതജിത്ത് മുതലായവരും, അന്യേയേച ബാക്കിയുള്ളവരും വേറെ പലരും, മദാന്ധകാരിതാഹ മതത്താൽ വിവേകം നഷ്ടപ്പെട്ടവരായി, മുകുന്ദേന വൈ ശ്രീകൃഷ്ണ ഭഗവാനാൽ തന്നെ വിമോഹിത മോഹിക്കപ്പെട്ടവരായി, ഭഗവാന്റെ മായയാൽ തന്നെ മോഹിക്കപ്പെട്ടവരായി, അന്യോന്യം പരസ്പരം ആസാദ്യ അടുത്തടുത്ത് വന്ന് ഭൃശം ജഘ്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് തല്ലിത്തകർത്തു എന്നാണ് പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് പിന്നെ ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിട്ട് പിന്നെ ഈ നിഷഠൻ, ഉന്മുഖൻ മുതലായവരും, സഹസ്രജിത്ത്, ശതജിത്ത്, ഭാനു മുതലായവരെല്ലാം അങ്ങയുടെ മായയാൽ മോഹിതരായിട്ട് മധോന്മത്തരായിട്ട് പരസ്പരം
ഏറ്റവും ശക്തിയോടെ കലഹിച്ചു. അന്യേചയേ വൈ മുഖാദയ സഹസ്രജിത് ശതജിത് ഭാനുമുഖ്യാഃ അന്യോന്യമാസാദ്യ മദാന്ധകാരിത ജഗ്നുർ മുകുന്ദേന വിമോഹിത ഭൃശം. ഭഗവാന്റെ മായയാൽ മോഹിതരായാൽ എന്തും ചെയ്യും. അതായത് മായാമോഹിതരായിട്ട് ആണ് ഈ മദ്യം തന്നെ കുടിക്കാൻ ഇടയായത്. അപ്പം പിന്നെന്താ, ബുദ്ധി നഷ്ടപ്പെട്ടു, വിവേകം നഷ്ടപ്പെട്ടു, പിന്നെ എന്താ ചെയ്യാൻ പാടില്ലാത്ത അല്ലേ. ഇനി 18. ദാശാർഹ വൃഷ്ണ്യന്ധകഭോജസാത്വതാഃ മധ്വർബുധാ മാധുരശൂരസേനാഃ വിസർജനാഃ കുകുരാഃ കുന്തയശ്ച മിഥസ്തതസ്ഥേത വിസൃജ്യ സൗഹൃദം. ഇതൊക്കെ ഇങ്ങനെ പറയണം, ഓരോരുത്തരുടെ പേര് പറയണം കേട്ടോ. അപ്പോൾ നമുക്കത് പറഞ്ഞു പോയേ വേണ്ടു. ആര്? ദാശാർഹന്മാർ, പിന്നെ വൃഷ്ണികൾ, അന്ധകന്മാർ, പല പല വിഭാഗങ്ങളുണ്ടല്ലോ യാദവന്മാരിൽ തന്നെ. ദാശാർഹന്മാർ, വൃഷ്ണികൾ, അന്ധകന്മാർ, ഭോജന്മാർ, സാത്വതന്മാർ, മധുവംശം ആയിട്ടുള്ളത് അർബുദന്മാർ, മധുര, ശൂരസേനം എന്നീ സ്ഥലങ്ങളിലുള്ളവർ. അതാണ് മധുവംശര്. പിന്നെ അർബുദം, മധുര, ശൂരസേനൻ എന്നീ ദേശങ്ങളിലൊക്കെ ഉള്ളവർ, വിസർജനന്മാർ, കുകുരന്മാർ, കുന്തികൾ, ഇവരെല്ലാം ഒരുപോലെ മതമത്തരായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചു വീഴാൻ തുടങ്ങി. ദാശാർഹ വൃഷ്ണി അന്ധകഭോജ സാത്വതാഃ മധ്വർബുധാ മാധുര ശൂരസേനാഃ വിസർജനാഃ കുകുരാഃ കുന്തയശ്ച മിഥസ്തതസ്ഥേത വിസൃജ്യ സൗഹൃദം. അതായത് എല്ലാ യാദവന്മാരുടെ എല്ലാ പിന്നെ എന്താ പറയുക, ഓരോ പേരുകളിലെ ഓരോ ഭാഗത്ത് താമസിക്കുന്നവർക്കുണ്ട്. എല്ലാ യാദവന്മാരും ഒന്നടക്കം ഒരാളെ വിടാതെ എല്ലാ യാദവന്മാരും യുദ്ധം ചെയ്ത് തമ്മിൽ യുദ്ധം ചെയ്ത് മരിക്കുകയാണ്. പുത്ര അയുധ്യൻ പൃഥിഭിർഭ്രാതൃഭിശ്ച സ്വശ്രീയ ദൗഹിത്ര പിതൃവ്യമാതുലൈഃ മിത്രാണി മിത്രൈ സുഹൃദ സുഹൃദ്ഭിർ ജ്ഞാതിം സ്വഹൻ ജ്ഞാതയ ഏവ മൂഢാഃ. പിത്രാദിഭിः, അതായത് അത്ഭുതവും, പിത്രാദിഭി പുത്രാഹ അയുധ്യൻ, അതായത് പിന്നെ പുത്രന്മാർ അച്ഛന്മാരോടും പിതാക്കന്മാരോടും, സഹോദരന്മാർ തൻ്റെ കൂടപ്പിറപ്പുകളോടും, പിന്നെയോ പിതൃഭിർ പിന്നെ അതാണ് പുത്രം അയുധ്യാൻ പിതൃഭിർ മാതൃഭിശ്ച, പിന്നെയോ സ്വശ്രീയ ദൗഹിത്ര പിതൃവ്യമാതുലൈഃ, പിന്നെ സഹോദരന്മാർ തമ്മിലും അമ്മാമന്മാർ മരുമക്കളോടും അച്ഛന്മാർ മക്കളോടും, പിന്നെ ഈ മക്കളെ അച്ഛൻ്റെ സഹോദരന്മാരോടും മരുമക്കൾ അമ്മാമന്മാരോടും ഒക്കെ യുദ്ധം ചെയ്തു. അതാണ് സ്വശ്രീയ ദൗഹിത്ര പിതൃവ്യമാതുലൈ. പിന്നെയോ മിത്രാണി മിത്രൈഃ സുഹൃദ സുഹൃദ്ഭി, അതായത് ആത്മമിത്രങ്ങളായിരുന്നവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി, സുഹൃത്തുക്കൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി, പിന്നെയോ ബന്ധുക്കൾ തമ്മിൽ, അങ്ങനെ എല്ലാവരും കണ്ടോരോട് പരസ്പരം മത്സരത്തോടു കൂടി യുദ്ധം ചെയ്തു. പുത്ര അയുധ്യൻ പൃഥിഭിർഭാതൃഭിശ്ച സ്വശ്രീയ ദൗഹിത്ര പിതൃവ്യമാതുലൈഃ മിത്രാണി മിത്രൈ സുഹൃദ സുഹൃദ്ഭിർ ജ്ഞാതിം സ്വഹൻ ജ്ഞാതയ ഏവ മൂഢാഃ. അച്ഛനും മക്കളും അമ്മാവന്മാരും മരുമക്കളും അല്ലേ, അച്ഛനും മുത്തശ്ശന്മാരും പിന്നെ പേരക്കുട്ടികളും മുത്തശ്ശന്മാരും എന്നില്ല, ഒരു ഭേദമില്ലാതെ എല്ലാവരും വിവേകം നഷ്ടപ്പെട്ട് അങ്ങടും ഇങ്ങടും യുദ്ധം ചെയ്ത് കൊല്ലെന്നെ. ആലോചിച്ച് നോക്കൂ. ശരിക്കും നമ്മളിപ്പോഴത്തെ കാലത്ത് അതൊക്കെ കാണുന്നുണ്ടല്ലോ. ഭഗവാന്റെ സങ്കല്പമാണ് എല്ലാതെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലേ. ശരിക്കും തമ്മിൽ മരിക്കണതൊക്കെ ഭഗവാന്റെ സങ്കല്പം തന്നെ. ഇനി നമുക്ക് എത്ര ഈ സമയം നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏതാ വായിച്ചത്? 19 വായിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് 20 കൂടി ചെയ്യാം. ശരേഷു ക്ഷീയമാണേഷു ഭജ്യമാനേഷു ധന്വസു ശസ്ത്രേഷു ക്ഷീയമാണേഷു മുഷ്ടിഭിർജഹ്രുരേ ഏരകാഹ. അത് കഴിഞ്ഞിട്ട് ആയുധങ്ങളൊക്കെ ഇല്ലാതെ ആയപ്പോൾ ഈ പിന്നെ എന്താണ്, ഇരുമ്പ് ഒലയ്ക്ക രാഗി പൊടിച്ച് സമുദ്രത്തിൽ ഇട്ടുല്ലോ, അതൊക്കെ കരയ്ക്കണങ്ങിയിട്ട് മൂർച്ചുള്ള ഏരകപ്പുല്ലുകളായി വളർന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ.
അപ്പോൾ ആയുധങ്ങളൊക്കെ ഇല്ലാണ്ടേ അപ്പോൾ ഏരകപ്പുല്ലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. മൂർച്ചയുള്ളതാണ് വേനിക്ക്, അത് തുടങ്ങിയെന്ന് പറയുകയാണിത് കേട്ടോ. ശരേഷു ക്ഷീയമാണേഷു, ശരങ്ങൾ അമ്പുകളൊക്കെ കയ്യിലില്ലാതെ ആവനാഴിയിൽ തമ്പൊക്കെ ഒഴിഞ്ഞപ്പോൾ ഭജ്യമാണേഷു ധന്വൻ, വില്ലുകളും മുറിഞ്ഞ് ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ശസ്ത്രേഷു ക്ഷീയമാണേഷു, എല്ലാ ആയുധങ്ങളും ഇല്ലാതെയായി. പിന്നെ അപ്പോഴോ ഏരക മുഷ്ടിഭി അജഹ്റു, അപ്പൊക്കെ അവരെന്ത് ചെയ്തു, എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഇല്ലാണ്ട് ഈ പൊട്ടിയിട്ടും പൊടിഞ്ഞിട്ടും പോയപ്പോൾ പിന്നെ അവിടെ വളർന്നു നിൽക്കണ മൂർച്ചയുള്ള ഏരകപ്പുല്ലുകളെ കയ്യിലെടുത്തു. അതാ പറഞ്ഞ ആ മുസലം കൊണ്ട് തന്നെ നശിക്കുകയാണേ ഇവരെ. ശരേഷു ക്ഷീയമാണേഷു ഭജ്യമാനേഷു ധന്വസു ശസ്ത്രേഷു ക്ഷീയമാണേഷു മുഷ്ടിഭിർ ജഹ്രുരേരകാഹ. അപ്പോൾ ഏരകപ്പുല്ലുകൾ കയ്യിലെടുത്തു. ഇനി അതുകൊണ്ടടിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേ അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.